ആദ്യം പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് വിദ്യാർത്ഥി പ്രവേശനം നടത്തുന്നതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരിക്കുന്ന വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സർക്കാർ അപ്പീലിനില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ പുതുക്കിയ റാങ്ക് പട്ടിക അടിസ്ഥാനമാക്കി സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് 16 രാവിലെ 11 വരെ ഓൺലൈനായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18 പുറത്തിറക്കാനാണ് തീരുമാനം. ഈ വിഷയം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. സർക്കാർ നിയമ പോരാട്ടത്തിന് പോകേണ്ട എന്ന് തീരുമാനിച്ചത് വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ ഉൾപ്പെടെ വൈകുന്ന ഒരു സാഹചര്യം അത് സൃഷ്ടിക്കും എന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ അത് പ്രവേശന നടപടികളെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന പ്രവേശന നടപടികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമോ? പ്രവേശനം ഇപ്പോഴത്തെ നടപടികൾ തടസ്സപ്പെടാൻ കാരണമാകുമോ? സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ ഇടപെടാനില്ല എന്നതായിരുന്നു ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ച കാര്യം. ഈ സാഹചര്യത്തിൽ ഇടപെടുന്നില്ല എന്നവർ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അനുകൂലമായ ഏതെങ്കിലും ഇടപെടൽ വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമുക്ക് പരിശോധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ ശ്രീ അജാസ് മുഹമ്മദ്, വിദ്യാഭ്യാസ വിദഗ്ധൻ, നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അജാസ് മുഹമ്മദ്, സ്വാഗതം. സർക്കാർ ആദ്യം ആ ദിവസം തന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധി തിരിച്ചടിയായ ദിവസം തന്നെ അപ്പീൽ പോകാൻ തീരുമാനിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ഒരു തിരിച്ചടി ഏറ്റപ്പോൾ സർക്കാർ പിന്നീട് നിയമ നടപടികളിലേക്ക് പോകാതിരുന്നത് ഈ പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്, വീണ്ടും നിയമ നടപടികളിലേക്ക് പോയാൽ അത് ഈ പ്രവേശന നടപടികളെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ നിയമ പോരാട്ടത്തിന് പോകുമ്പോൾ ആദ്യം ഉയർന്ന സംശയം ഇത് ഇപ്പോഴത്തെ പ്രവേശന നടപടികളെ ബാധിക്കില്ലേ? ഇപ്പോൾ ഈ അപ്പീലിന് പോകുന്ന വിദ്യാർത്ഥികളുടെ തന്നെ ബുദ്ധിമുട്ട്, അവർക്ക് പ്രവേശനം നേടാനുള്ള സാഹചര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കില്ലേ എന്നതാണ്. ഇതിന്റെ കേസ് ഇപ്പൊ 2024 കീമിന്റെ ആദ്യ അലോട്ട്മെന്റ് എന്നായിരുന്നു വന്നത്? ഓഗസ്റ്റ് 4-ാം തീയതി ആയിരുന്നു. ഇപ്പൊ തന്നെ കുറച്ചു മുമ്പ് നിങ്ങൾ തന്നെ പറഞ്ഞു ജൂലൈ 16-ന് ഇതിന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് ജൂലൈ 18-ന് ആദ്യ അലോട്ട്മെന്റ് വരും എന്നാ പറഞ്ഞത്. ഓഗസ്റ്റ് 4-ന് വന്നിട്ടും കഴിഞ്ഞ വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഡിലേ അതിന് മാത്രം വലിയ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കേസ്, കാരണം AICTE ഒരു റൂൾ ഉണ്ട് ഓഗസ്റ്റ് 18-ന് മുമ്പ് അഡ്മിഷൻ പ്രൊസീജിയർ കഴിയണം എന്നുള്ളത്. പക്ഷേ സർക്കാർ വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഈ അഡ്മിഷൻ ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് എന്താ പറയുക, ഒരു ഇൻജസ്റ്റിസിന്റെ കൂട്ട് നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതായത് ഓൾമോസ്റ്റ് 10,000-ഓളം റാങ്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുണ്ട്, ആദ്യത്തെ റാങ്ക് ലിസ്റ്റും രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റും വെച്ചിട്ട്. അപ്പം അവർക്ക് വേണ്ടി ശബ്ദിക്കണ്ടേ, അല്ലെങ്കിൽ അവരുടെ കാര്യം കൂടെ നോക്കണ്ടേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശ്രീ അജാസ് മുഹമ്മദ്, കേൾക്കാമോ എന്നെ? ശ്രീ അജാസ് മുഹമ്മദ്, ഇവിടെ ഇപ്പോൾ ഇൻജസ്റ്റിസ് ഉണ്ട്, അത് ഇല്ലാതാക്കാനാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്നതാണ് സർക്കാരിന്റെ വാദം. വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടണം, അവിടെ ആ നീതി ഉറപ്പാക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം, മറ്റ് ലക്ഷ്യങ്ങളില്ല എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞ വിധത്തിൽ വേണം ഇതിന്റെ പ്രവേശന നടപടികൾ, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കൽ എന്നതാണല്ലോ കോടതി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അതിനുശേഷം അതിൽ മാറ്റം വരുത്തുന്നതാണ് ഇൻജസ്റ്റിസ് എന്ന നിലപാടിലേക്കാണ് കോടതി എത്തിയത്. ആ പ്രോസ്പെക്ടസ് പറഞ്ഞ വിധത്തിൽ ആണല്ലോ ഇപ്പോൾ പ്രവേശന നടപടികൾ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾക്കത് ഇൻജസ്റ്റിസ് ആകും എന്ന് നമ്മൾ പറയുന്നത്? അതായത് ഇവിടുത്തെ കേസിൽ ആർട്ടിക്കിൾ 14-ന്റെ, അതായത് റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അത് പ്രോസ്പെക്ടസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന് പ്രോസ്പെക്ടസ് മറികടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കോടതികൾക്ക് വിധിക്കാൻ പറ്റും. ഇതിനു മുന്നത്തെ ഒരുപാട് കേസസിൽ കോടതി, എസ്പെഷ്യലി സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയായിട്ടൊക്കെ സംബന്ധിച്ച ഒരുപാട് കേസസിൽ പ്രോസ്പെക്ടസിൽ ഇല്ലാത്ത തീരുമാനങ്ങൾ കോടതി എന്താണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഫണ്ടമെന്റലി പറയുന്ന ഒരു കാര്യം റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14-ആണ്. അതായത് അപ്പം അതിന്റെ കേസിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇവിടെ വളരെ കൃത്യമാണ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചും കൂടെ ബെറ്റർ റാങ്ക് കിട്ടുമായിരുന്നു എന്നുള്ളൊരു അസംഷനാണ്. പക്ഷെ ഇത്തവണ ക്ലിയർ ആണ്. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നും 10,000 റാങ്ക് ഒക്കെ താഴോട്ട് പോയ കുട്ടിയുണ്ട്. ഇപ്പം എന്നെ വയനാട് എന്നൊരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ ബെഡ് റിഡൺ ആയിരുന്നു വർഷങ്ങളായിട്ട്. അപ്പൊ അവന് ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നപ്പം ഒരു നല്ല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരൊക്കെ. പക്ഷെ ഇപ്പൊ ആ പയ്യന് ഇനി ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേ കിട്ടുള്ളൂ. അപ്പം ഇത് പ്രശ്നമല്ലേ? ആൻഡ് അവന് +2 നല്ല മാർക്കും ഉണ്ടായിരുന്നു.
അവന്റെ മാക്സിമം +2 മാർക്ക് എത്തിയിട്ടും അവന്റെ മാർക്ക് കുറക്കാൻ എന്ത് അധികാരം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം അങ്ങനെ തന്നെയാണ്. ഇത് റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ലംഘനമാണ്. സുപ്രീം കോടതിയിൽ പോയാൽ അനുകൂല വിധി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അജാസ്, ഇവിടെ ഇപ്പോൾ ഈ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് സത്യമാണ്. ആ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ച് നടപടിക്രമങ്ങൾ കുറച്ച് വേഗത്തിലാക്കാമായിരുന്നു. കഴിഞ്ഞ പ്രവേശന നടപടികൾ തീരുമ്പോൾ തന്നെ ആ നിലയ്ക്കുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഇക്വാലിറ്റി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിൽ മുന്നേറിയ സർക്കാർ അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചു. പ്രോസ്പെക്ടസ് തിരുത്തുന്നത് പോലും ഫലം പ്രഖ്യാപിക്കുന്നത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ്. അപ്പോൾ ആ വിധത്തിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് സമയബന്ധിതമായി ഇത് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായി എന്നത് വസ്തുതയാണ്. പക്ഷേ ഇനി ഇതൊരു നിയമ നടപടികളിലേക്ക് പോയാൽ അത് ഈ വിദ്യാർത്ഥികൾ, ഈ ഇക്വാലിറ്റിക്ക് വേണ്ടി ഇപ്പോൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ തന്നെ മറ്റ് അവരോടൊപ്പം തന്നെ പഠിച്ച് മറ്റൊരു സ്കീമിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെയും അവസരങ്ങളെയും ആണ് ബാധിക്കാൻ പോകുന്നത്. ഇതിൽ അവരും ആ വിദ്യാർത്ഥികളും യാതൊരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയില്ലേ? ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാല്, ഇപ്പം ഞാൻ കോഴിക്കോട് NIT ബിടെക് കഴിഞ്ഞ ആളാണ്. അപ്പം ഒരു 4 വർഷത്തെ ബിടെക് ജീവിതം, ഞാനിത് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതല്ല കേട്ടോ, പക്ഷെ അതിൻ്റെതായ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു 4 വർഷത്തെ ബിടെക് ജീവിതത്തിൽ 1 മാസത്തെ ഡിലേ ഒന്നും എന്ത് ചെയ്യില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല KTU എന്ന് പറയുന്നത് സർക്കാരിന്റെ അണ്ടറിലുള്ളതാണ്. ഈ കുട്ടികളൊക്കെ അഡ്മിഷൻ എടുത്താൽ KTUയുടെ അണ്ടറിൽ വരുന്നതാണ്. ഒരു സമ്മർ വെക്കേഷൻ കുറച്ച് അങ്ങോട്ട് നീട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതേപോലെ തന്നെ ആദ്യം കേസ് കൊടുത്തപ്പോൾ ഒന്നും ഈ ഒരു പ്രശ്നം ഇല്ലല്ലോ. ഇത് നിയമപ്രവേശന നടപടി നീളുന്നുള്ള ഒരു വിഷയമൊന്നുമില്ലല്ലോ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ മാത്രം ഇതെന്താ ഇങ്ങനെ ഒരു വാദം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഒത്തിരി ഒന്നും എടുക്കാൻ പോകുന്നില്ല ഇതിന്റെ കേസ്. ജയിക്കോ തോക്കോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ഇൻജസ്റ്റിസിനെതിരെ എന്തായാലും എന്ത് ചെയ്യും, നമ്മൾ അവസാനം വരെ പോരാടും, എത്ര ലേറ്റ് ആണെങ്കിലും. എത്ര കുട്ടികൾ ഉണ്ട് ഇപ്പോൾ ഈ രീതിയിൽ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നവരിൽ? ആയിരക്കണക്കിന് കുട്ടികൾ തയ്യാറാണ്. അപ്പൊ നിലവിൽ നമ്മൾ ഒരു 10-ലേറെ കുട്ടികളുടെ പരാതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ഈ കുട്ടികൾ നിയമ പോരാട്ടത്തിന് പോയാൽ CBSE സ്കീം വഴി വന്നിട്ടുള്ള അവരും ആ കുട്ടികളും സ്വാഭാവികമായും അതിൽ കക്ഷി ചേരും. അത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് തന്നെ നയിക്കും. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇപ്പോൾ മറ്റൊരു സ്കീമിൽ വന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ ഈ പ്രോസ്പെക്ടസ് വിശ്വസിച്ച് അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്രവേശന നടപടികൾ എന്ന് കരുതി എക്സാം എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ. അവർ ഇതിൽ ഒരു തരത്തിലും ഇൻവോൾവ്ഡ് അല്ല. നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച, അവിടെ സമയബന്ധിതമായി ഈ കാര്യങ്ങൾ നടക്കാത്തതിലുള്ള വീഴ്ചയാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത് മൂലം ആകെ ഈ 2 തരത്തിലും വിദ്യാർത്ഥികൾ തന്നെയാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നത്? പ്രവേശന നടപടികൾ വൈകിയാൽ എല്ലാ വിദ്യാർത്ഥികളെയും അത് ബാധിക്കില്ലേ? വൈകും. 1 മാസോ 2 മാസോ വൈകിയെന്ന് കരുതുക, അതിലപ്പുറം ഒന്നും എന്തായാലും പോവില്ലല്ലോ. അതൊരു തരത്തിലും ബാധിക്കില്ലേ? ഇപ്പോ മറ്റ് കോഴ്സുകൾ, ഇതിന്റെ സാഹചര്യവും സാധ്യതയും മനസ്സിലാക്കിയിട്ട് മറ്റ് കോഴ്സുകളിൽ അല്ലെങ്കിൽ വിദേശ പഠനത്തിനൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതെന്താകും എന്നറിഞ്ഞിട്ടാകും അവർ മറ്റ് ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ റാങ്കിന്റെ കാര്യത്തിൽ പോലും ഒരു കൃത്യതയില്ല, അതറിയാൻ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം, കോടതി എന്ത് ഇടപെടൽ അതിൽ നടത്തുമെന്നൊക്കെയുള്ള ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായാൽ അത് ഒരുപാട് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആ കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കാൻ പോകുന്നു എന്നുള്ളത്? പല കേസിലും, ഇപ്പൊ കഴിഞ്ഞ വർഷം നീറ്റിന്റെ കേസ് ഉണ്ടായിരുന്നു, വളരെ അടിയന്തരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോടതി ഇടപെട്ടിട്ടുണ്ട്. ഒരു നിയമ നടപടിയും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡിലേയും വന്നിട്ടില്ല. ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. ഞങ്ങൾക്ക് ഇത് അനന്തമായിട്ട് നീളണമെന്ന ആഗ്രഹമില്ല. ഞങ്ങളെ സംബന്ധിച്ചും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, വിദേശ പഠനം ആയിക്കോട്ടെ, വേറെ കോഴ്സുകളായിക്കോട്ടെ. അപ്പം അതിലൊക്കെ നമുക്കും എന്തുണ്ട്, ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ഇൻജസ്റ്റിസ് നടത്തിക്കൊണ്ട്, അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഘടകമാണ് ഏത് കോളേജ്, ഏത് കോഴ്സ് എന്നുള്ളത്. അപ്പം ഈ ഒരൊറ്റ 2ാമത് റാങ്ക് ലിസ്റ്റ് വന്നത് കാരണം ചില കുട്ടികൾക്കൊക്കെ എന്താണ്, ഒരു CET-യിൽ കമ്പ്യൂട്ടർ സയൻസ്, കേരളത്തിലെ ഏറ്റവും നല്ല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് CET, അവിടെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടേണ്ട പല കുട്ടികൾക്കും അതിനേക്കാൾ 4ഓ 5ഓ ഇത് പൊസിഷൻ പുറകിലുള്ള കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. ആൻഡ് ഇത് അവരുടെ ലൈഫ്, കരിയർ തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഭയങ്കരമായി ബാധിക്കും.
അപ്പം എന്താ പറയുക, ഒരാഴ്ച രണ്ടാഴ്ചത്തെ ഡിലേനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് ഈ ഒരു സാഹചര്യം. ഇപ്പോൾ പഴയ രീതി അനുസരിച്ചുള്ള പ്രവേശന നടപടികളാണല്ലോ നടക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പിന്തുടർന്ന് വന്ന പ്രവേശന നടപടികൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്നത് അത് പ്രകാരം എന്നതാണ്. അപ്പോൾ അതനുസരിച്ച് പോകുമ്പോൾ ഈ ഇൻജസ്റ്റിസ് ആരെ സംബന്ധിച്ചാണ് കൂടുതൽ വ്യക്തമാകുന്നത്? ഈ പ്രോസ്പെക്ടസ് ഫലം വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രം തിരുത്തി എന്ന ഒരു കാര്യം വരുമ്പോൾ അത് ആർക്കായിരിക്കും ഇതിൽ വെയിറ്റേജ്, ആരുടെ വാദങ്ങൾക്കായിരിക്കും നൽകുക എന്നൊരു ചോദ്യമില്ലേ? നമ്മൾ നേരത്തെ പിന്തുടർന്ന മാർഗത്തിലേക്ക് തിരിച്ചു പോവുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതാ പറഞ്ഞത്, 100% ഈ കേസ് ഞങ്ങൾ ജയിക്കുന്നു എന്നറിയില്ല. ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നമ്മൾ ഹർജി കൊടുക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി പറയുന്നത് ഇതൊന്നും നടക്കൂല എന്നുള്ളത്. പക്ഷെ ഞങ്ങളൊരു ട്രൈ ചെയ്യാണ്. കേരളത്തിലെ 80,000-ഓളം വരുന്ന കീം എഴുതിയ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്രൈ ചെയ്യുന്നു, അത്രമാത്രം. ഇതിൽ സർക്കാർ നിയമ പോരാട്ടത്തിന് എന്നുള്ള സ്റ്റെപ്പ് ആദ്യം വളരെ വേഗം തന്നെ ആ തീരുമാനം കൈക്കൊണ്ടു. പക്ഷെ പിന്നീട് അപ്പീൽ പോകണ്ട എന്ന് തീരുമാനിച്ചു. അത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇനി മേൽക്കോടതിയിലേക്ക് പോയാൽ ഒരു പക്ഷേ അനുകൂലമായ തീരുമാനം ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നായിരിക്കുമോ? തങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണോ നിങ്ങൾ കരുതുന്നത്? എനിക്കതിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്നും ആ പുതിയ ഫോർമുലയുടെ മെറിറ്റിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അവർ പറഞ്ഞത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ലേറ്റ് ആയില്ലേ എന്നുള്ള ഒറ്റ കേസ് മാത്രമാണ്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ അവിടെ വന്നിട്ടുണ്ട്. അതായത് ഫോർമുല മാറ്റാൻ പറഞ്ഞ വിദഗ്ധ കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയല്ല, ആ ഒരു ഫോർമുലയിലല്ല എന്ത് ചെയ്തിട്ടുള്ളത് സർക്കാർ ഈ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. അങ്ങനെയും റിപ്പോർട്ടുകളുണ്ട്. 4 നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം നൽകുന്നത് 4ാമത്തെ രീതിയാണെന്ന് കണ്ടെത്തുകയും അത് ഇക്കൊല്ലം നടപ്പാക്കുന്നത് ശരിയാകില്ല എന്ന് സമിതി ജൂൺ 2-ന് സർക്കാരിന് നൽകിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. അങ്ങനെ ആ 4 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായാണ് മറ്റൊരു ഇതിലേക്ക് സർക്കാർ പോയത് എന്നതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വിശദമായി പഠിച്ച് ഈ 4 നിർദ്ദേശങ്ങളുണ്ടല്ലോ, ഇതിലും യോജിച്ച മറ്റേതെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്നൊക്കെ പഠിച്ച് ഇനിയും കൃത്യമായ വിശകലനങ്ങൾക്ക് ശേഷം നടപ്പാക്കുക എന്നത് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ ഇപ്പോഴത്തെ രീതി പിന്തുടരണം എന്നത് മാത്രമാണോ? ഇക്കൊല്ലം ഇപ്പോഴത്തെ രീതി, നേരത്തെ പറഞ്ഞിരുന്ന മാറ്റിയ രീതി, ഇക്വാലിറ്റി കൊണ്ടുവരുമെന്ന് കരുതുന്ന രീതി പിന്തുടരണം എന്നതാണോ നിങ്ങളുടെ നിലപാട്? അതായത് ഞങ്ങളുടെ കേസിൽ ഇപ്പൊ ഇവിടെ കൺഫ്യൂഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് +2 മാർക്കിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. അതായത് കീം പരീക്ഷ നടത്തിയിട്ട് അതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ആ റാങ്ക് ലിസ്റ്റിൽ നല്ല സ്ഥാനമുള്ള കുട്ടികളും +2 മാർക്ക് വരുമ്പോൾ, ആ +2 മാർക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് 300-ൽ 360-ൽ 360 മാർക്കും കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ മുഴുവൻ മാർക്കും നേടിയ കുട്ടികൾ. അപ്പം ആ കുട്ടികൾക്ക് ഇതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. അവർക്ക് വെറുതെ മാർക്ക് വാങ്ങിക്കൊടുത്തോന്നല്ല, വാരിക്കൊടുത്തോന്നല്ല. അവർ CBSE ആണെങ്കിൽ അവർ ആ ഫുൾ മാർക്ക്, 1 മാർക്ക് പറയുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ ഫുൾ മാർക്ക് നേടിയ കുട്ടിക്ക് 27 മാർക്കാണ് കുറച്ചിട്ടുള്ളത്. അപ്പം ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ ഏറ്റവും മികച്ച കോളേജുകളിൽ പഠിക്കേണ്ട ഒരുപാട് കുട്ടികൾ 4ാമതും 5ാമതും സ്ഥാനത്ത് നിൽക്കുന്ന കോളേജുകളിലേക്ക് എത്തുന്നത്. അപ്പം ഒന്നുകിൽ പഴയ റാങ്ക് ലിസ്റ്റ് തന്നെ നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ വർഷം ഈ പ്രശ്നമുള്ള സ്ഥിതിക്ക് കീമിന്റെ റാങ്ക് മാത്രം വെച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. അല്ലാതെ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിയ കുട്ടികളുടെ മാർക്ക് കുറച്ചുകൊണ്ടല്ല അഡ്മിഷൻ പ്രൊസീജിയർ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ അത് നിങ്ങൾ ഈ നിയമ പോരാട്ടത്തിൽ കോടതിയുടെ മുന്നിൽ വെക്കുമോ? ഞങ്ങളത് വക്കീലുമായിട്ട് പൂർണ്ണമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുക്കുള്ളൂ. എന്നുവെച്ചാൽ കീമിന്റെ മാർക്ക് മാത്രം അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം സാധ്യമാകണമെന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കോടതി നടപടികളും നമ്മുടെ ഇമോഷണൽ അല്ലെങ്കിൽ ലോജിക് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഏതാണോ ബെസ്റ്റ് സ്റ്റാൻഡ് അത് നമ്മൾ സുപ്രീം കോടതിയിൽ എടുക്കും. അങ്ങനെ മാത്രമാകുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലേ? കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ നീതി അതായിരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, അത് നിങ്ങൾ ഈ പറയുന്ന ഇക്വാലിറ്റി കീപ്പ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണല്ലോ +2 മാർക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന ഒരു നിർദ്ദേശം വന്നത്. കാരണം അതെ, ഈ കോച്ചിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉന്നത തരത്തിൽ ഇതുപോലെ കോച്ചിങ്ങിനൊക്കെ പോയി എത്തുന്ന വളരെ ട്രെയിൻ ചെയ്ത് വരുന്ന കുട്ടികളുമായി മത്സര പരീക്ഷയിൽ ഏറ്റുമുട്ടുമ്പോഴുണ്ടാകുന്ന ആ വ്യത്യാസം അത് മറികടക്കുക എന്നതാണ് ഈ +2 പരീക്ഷ ഫലം കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, അതെ. അപ്പോൾ അതും സ്റ്റേറ്റ് സിലബസ് വന്ന കുട്ടികളെ ബാധിക്കില്ലേ?
വളരെ ശരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് കാലാകാലം കീം അപ്പോൾ മാത്രം നിങ്ങൾ തന്നെ അപ്പോൾ ആ നിർദ്ദേശം കോടതിയുടെ മുന്നിൽ വെച്ചാൽ എന്താണ് അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഒരു കുട്ടിക്ക് കീം എക്സാമിന് ഒരു മാർക്കുണ്ട്, ഓക്കെ, +2 എക്സാമിന് മറ്റൊരു മാർക്കുണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതെ, 1:1:1 എന്നത് 5:3:2 എന്ന നിലയിലേക്ക് മാറ്റിയാണ് ഇപ്പോൾ പ്രവേശനം നടത്തിയതല്ല. അത് +2 മാർക്കിന്റെ കേസ് മാത്രമാണ്. കീം റാങ്ക് ഇപ്പോഴും 50% കീം റാങ്കും 50% +2 മാർക്കുമാണ്. ഓക്കെ, അപ്പം ഒരു കേരള സിലബസ് ഏത് ഇയറിൽ ഏതിരുന്ന കുട്ടിയാണെങ്കിലും അവന് കീമില് ഫോർ എക്സാമ്പിൾ അവന്റെ റാങ്കോ മാർക്കോ 1000 ആണെന്ന് കരുതുക. +2 മാർക്ക് അവൻ ഫുൾ മാർക്ക് വാങ്ങിയാൽ പോലും അവന്റെ താഴോട്ടേക്ക് പോകും, കാരണം +2 മാർക്ക് പറഞ്ഞു. അപ്പം ഈ ഒരു വർഷം ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ നീതി, ഇത് പൂർണ്ണമായിട്ട് ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എന്നാലും ഈ വർഷം +2 മാർക്ക് കൺസിഡർ ചെയ്യുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ബെറ്റർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി നിങ്ങൾ മുന്നിൽ വെക്കും. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അജാസ്, ഇപ്പോൾ നിങ്ങൾ കോടതിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അപ്പോൾ അത് നടപ്പിലാക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ ബുദ്ധിമുട്ട് സംഭവിക്കുന്ന കുറേയധികം മറ്റ് വിദ്യാർത്ഥികൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർ നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്താലുള്ള അവസ്ഥ എന്താണ്? ഈ നിയമ പോരാട്ടം ഇങ്ങനെ തുടർന്നു പോകുമെന്നതാണ്. അപ്പോൾ ഏതൊക്കെ കുട്ടികളുടെ ഭാവി അത് ബാധിക്കും, എത്ര വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. അപ്പോൾ ഇതിലിപ്പോൾ സാധ്യമായ ഒരു നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണോ സാധ്യമായ നില? അല്ല, ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ പറയാണ്, ദാ കോടതിയോട് പറയാണ് ഈ നിലയിൽ നടത്തൂ, അല്ലെങ്കിൽ കീമിൻ്റെ റിസൾട്ട് മാത്രം വെച്ച് അഡ്മിഷൻ പോകൂ എന്നൊരാവശ്യം നിങ്ങളോട് മുന്നിൽ വെച്ചാൽ കോടതി അത് സ്വീകരിക്കുകയാണെങ്കിൽ ഉണ്ട അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അത് തിരിച്ചടിയാകുന്ന ഒരുപാട് കുട്ടികൾ, മറ്റുള്ള കുട്ടികൾ ഉണ്ടാകും. അതായത് ഞങ്ങളിതിൽ കാണുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് ഒരാഴ്ചക്കുള്ളിലൊക്കെ തീരുമാനമാവും എന്ത് വന്നാലും. അപ്പം അതിനുശേഷം ഇതിനെതിരെ വീണ്ടും ഹർജിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഇതേ വാദം പറയാം, ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, ലേറ്റ് ആക്കരുത്, എല്ലാവരും അഡ്മിഷനാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് അനീതി അനുഭവിക്കുന്ന കുട്ടികളാണിത്. അപ്പം അവരോട് നിങ്ങൾ ഇത് അഡ്മിഷൻ പ്രൊസീജിയർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാനല്ല പറയേണ്ടത്. ഇതേ കേസ് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നില്ലേ, അവരോട് സംസാരിക്കായിരുന്നല്ലോ. അപ്പൊ നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു കരുത്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് കോടതിയിൽ പോകുന്ന ആൾക്കാരോട് നിങ്ങൾ ഇതേ ചോദ്യങ്ങൾ ചോദിക്കാം, അവര് പറയായിരിക്കും ആൻസേഴ്സ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം, ഒത്തിരി ഒന്നും ലേറ്റ് ആവാൻ പോകുന്നില്ല. കാരണം ഒരുപാട് കേസുകൾ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, ഇവൻ ചില നീറ്റ് എക്സാമുകൾ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി നടത്തിയിട്ടുണ്ട്. അത് അവിടെ ഒരു അനീതി സംഭവിച്ചിട്ടുണ്ട്, ഇൻജസ്റ്റിസ് നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ. അപ്പം ഇവിടെ നീതിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ശരി, എന്തായാലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നാണ് അവർ പറയുന്നത്. പല ഓപ്ഷൻസ് കോടതിയുടെ മുന്നിൽ വെക്കാൻ അവർ തയ്യാറെടുക്കുന്നു. എന്തായാലും കോടതിയാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. സർക്കാർ എന്തായാലും അപ്പീലിനില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി സ്വാഭാവികമായും വിദ്യാർത്ഥികൾ ഈ വിഷയം കോടതിയുടെ മുന്നിൽ എത്തിക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം തേടും. അപ്പോൾ സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നത് വളരെ പ്രസക്തമാകും. ഇതൊക്കെ കേട്ടിട്ട് കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നതാണ് ഈ കീം എക്സാം എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി നിർണായകമാകാൻ പോകുന്നത്. എന്തായാലും നിയമ പോരാട്ടം എന്നത് ആ സാധ്യത തേടാൻ കേരള സിലബസ് വഴി എത്തിയ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നു. അവരെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് എന്തായാലും കാര്യങ്ങൾ കടക്കുകയാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുമോ? ഏത് ഭാഗത്ത് ചേരുന്നു കോടതി? അത് പ്രവേശന നടപടികളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. വളരെ നന്ദി അജാസ് മുഹമ്മദ് ഞങ്ങളോട് സംസാരിച്ചത്. സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം വളരെ ഖണ്ഡിതമായി പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. ചർച്ചയാകാമെന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മന്ത്രിയുടെ ഈ യു ടേൺ എന്ന് നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.